ഹലോ ഫ്രണ്ട്സ്, ലൈവ് ട്രേഡിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി മൺഡേ എങ്ങനെ പെർഫോം ചെയ്യുന്നില്ലതിൻ്റെ അനാലിസിസ് വീഡിയോയിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോ ഞാൻ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 3 പാർട്ടായിട്ടാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് കണ്ടുപിടിക്കും. രണ്ടാമത്തെ പാർട്ടിൽ ഏത് സോണിലാണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നതും. മൂന്നാമത്തെ പാർട്ടിൽ നമ്മൾ എവിടെയാണ് നമ്മളെ ഓപ്പർച്യൂണിറ്റി ഓഫ് ട്രേഡ് കാണേണ്ടതെന്നാണ് കണ്ടുപിടിക്കുക. ആദ്യം ഡയറക്ഷൻ ഓഫ് ദ മാർക്കറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പോകേണ്ടത് നിഫ്റ്റീൻ്റെ മന്ത്ലി ചാർട്ടിലാണ്. നിഫ്റ്റീൻ്റെ മന്ത്ലി ചാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ കഴിയും മാർക്കറ്റ് ഹയർ ഹൈസ് ആക്കിക്കൊണ്ട് മുകളിലോട്ടാണ് പോകുന്നത്. അപ്വേർഡ് ട്രെൻഡാണ് ഫോളോ ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് പോവാം. വീക്ക്ലി ടൈം ഫ്രെയിമിൽ നമുക്ക് പിന്നെയും അവിടെയും കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ആക്കിക്കൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇവിടെയും നമുക്കൊരു കാര്യം മനസ്സിലായത്, മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ വീക്ക്ലി ടൈം ഫ്രെയിമിലും അപ്വേർഡ്സ് ആണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത ഡെയിലി ടൈം ഫ്രെയിമിൽ പോയി മാർക്കറ്റ് ഓൺ എ ഡെയിലി ബേസിസ് എവിടെയാണ് ഇപ്പം പെർഫോം ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ കഴിയും മാർക്കറ്റ് ഒരു ചെറിയ ഹയർ ഹൈസ് ഒക്കെ ആക്കി അതിന് ശേഷം മാർക്കറ്റ് ഇപ്പം ഹൈയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ഇവിടെയും ഒരു മാർക്കറ്റ് ഒരു അപ്വേർഡ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. സോ ഇതിലേക്കൂടെ നമുക്ക് മനസ്സിലായത് മാർക്കറ്റ് ഡിറക്ഷൻ ഈസ് അപ്വേർഡ്. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ ഡിറക്ഷൻ കിട്ടി. ഇനി നമുക്ക് വേണ്ടുന്നത് ഐഡൻറ്റിഫൈങ് ദ സോൺ ഓഫ് ദ മാർക്കറ്റ്. അതായത് ഇപ്പം മാർക്കറ്റ് ഏത് സോണിലാണെന്നുള്ളത്, ഇത് ടോപ്പ് സോണിലാണോ ബ്രേക്ക് ഔട്ടിന് വേണ്ടിയിട്ട്, അല്ലെ ലോവർ സോൺ ബ്രേക്ക് ഡൗണിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു റേഞ്ച് ബൗണ്ടിലാണോ എന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്ക് കുറച്ച് മാർക്കിങ്സ് ചെയ്യാനുണ്ട്. ആദ്യം നമ്മൾ ഡെയിലി ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിൻ്റെ ഹൈ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മാർക്കറ്റിൻ്റെ ഹൈ മാർക്ക് ചെയ്തു. സോ മാർക്കറ്റിൻ്റെ ഹൈ മാർക്ക് ചെയ്തതിന് ശേഷം പ്രീവിയസ് ഡേ ലോ മാർക്ക് ചെയ്യണം. പ്രീവിയസ് ഡേ മാർക്കറ്റ് എവിടെയാണ് അതിൻ്റെ ലോ എന്നുള്ളത് മാർക്ക് ചെയ്തു. സോ ഇതാണ് നമ്മൾ പ്രീവിയസ് ഡേ ലോ. അതിന് ശേഷം നമ്മൾ മാർക്ക് ചെയ്യേണ്ട 2 പോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് കഴിഞ്ഞ പ്രാവശ്യം മാർക്കറ്റ് എത്ര വരെ ലോയിൽ വന്നിന്, ദ ലാസ്റ്റ് ഡേ എവിടെയാണ് ഇത് വന്നത്, അതുപോലെ പ്രീവിയസ് ഡേ മാർക്കറ്റ് ഏത് ഹൈ പോയിന്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് നമ്മൾ ഡെയിലി ചാർട്ടിൽ മാർക്ക് ചെയ്യുക. സോ ഇതാണ് നമ്മളെ സോൺ ഓഫ് മാർക്കറ്റ്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു സോൺ നമുക്ക് പിടുത്തം കിട്ടി. ഈ സോണിനെ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഒരു ലോവർ ടൈം ഫ്രെയിമിൽ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 1 hour ടൈം ഫ്രെയിമിൽ പോയി നോക്കും. 1 hourൽ ഈ സോണിൽ മാർക്കറ്റ് എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സോ നമുക്ക് കാണാം മാർക്കറ്റ് 24th മാർക്കറ്റ് 23,800 വന്നിട്ട് ആണ് മാർക്കറ്റ് പിന്നെ അപ്വേർഡ് മൂവ്മെൻറ്റ് കാണിച്ചത്. 28th മാർക്കറ്റ് കുറച്ച് നേരം ഒരു 24,174 24,087 അണ്ടറിൽ കൺസോൾട്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഡൗൺ ആവുകയും ചെയ്തു. ബട്ട് 24,000 മുകളിൽ തന്നെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. സോ ഏകദേശം നമുക്കൊരു റേഞ്ച് മനസ്സിലാവുന്നുണ്ട് ഇവിടെ. മാർക്കറ്റ് ഇപ്പം ഇല്ല ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 24,200 24,000, അതായത് 200 പോയിൻറ്റ്സിൻ്റെ ഒരു റേഞ്ചിലാണ് മാർക്കറ്റില്ല 1 hourൽ. കുറച്ചും കൂടി ഒന്ന് നമുക്ക് കൺഫർമേഷന് വേണ്ടിയിട്ട് നമ്മളൊരു 15 minute ചാർട്ടിൽ പോയി നോക്കും. 15 minute ചാർട്ടിൽ വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മാർക്കറ്റ് ഹയർ ഹൈ ആക്കി ഹൈ ബ്രേക്ക് ചെയ്ത് എന്നിട്ട് കുറച്ച് നേരം അതിൻ്റെ ആ റേഞ്ചിൽ കൺസോൾട്ട് ചെയ്തതിന് ശേഷം പിന്നെ അത് ബ്രേക്ക് ചെയ്തു 24,087. എന്നിട്ട് മുകളിലോട്ട് പോകാൻ നോക്കി, പറ്റിയില്ല, മാർക്കറ്റ് പിന്നെയും ഡൗൺ ട്രെൻഡിലേക്ക് വന്നു. 15 minutesൻ്റെ ടൈം ഫ്രെയിമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് മാർക്കറ്റ് അറൗണ്ട് 24,200 അല്ലെങ്കിൽ 174ൻ്റെയും 24,000 ഉള്ളിലിങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലാണ് ഇല്ലത്. ബട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്
24,174 ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ 2 ക്യാൻഡിൽ അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിന് ശേഷം ഒന്ന് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കുറേ ട്രൈ ചെയ്തു, ബട്ട് താഴേക്കാണ് അത് ബ്രേക്ക് ചെയ്തത്. അവിടുന്ന് പിന്നെ ഒന്നും കൂടി ഒന്ന് അവർ പോകാൻ നോക്കി, പക്ഷേ പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം നമുക്ക് മൺഡേ ട്രേഡ് ചെയ്യാൻ പറ്റുന്നൊരു റേഞ്ച് നമുക്കൊന്ന് ഇവിടെ സെലക്ട് ചെയ്യാം. ഓപ്പൺ ആയതിന് ശേഷം 24,135 24,000 ഉള്ളിലാണെങ്കിൽ ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട മാർക്കറ്റ് ഐദർ ഇവിടത്തേക്ക് പോയി ഇവിടെ കൺസോൾട്ട് ചെയ്തതിന് ശേഷം, അതായത് 24,135 കൺസോൾട്ട് ചെയ്തതിന് ശേഷം ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു അപ് ട്രെൻഡിലേക്ക് ബൈ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതേപോലെ തന്നെ മാർക്കറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഓപ്പൺ ആയിട്ട് ഇവിടെ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചോ, എന്നിട്ടൊരു സ്ട്രോങ് റിവേഴ്സൽ ക്യാൻഡിലാക്കിയിട്ട് ഒരു ഹാമർ ക്യാൻഡിൽ അല്ലെങ്കിൽ എൻഗൾഫിങ് ക്യാൻഡിൽ ആക്കിയിട്ട് താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിലൊരു സെൽ ഓപ്പർച്യൂണിറ്റി, നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് 23,800 ആയിരിക്കും നിഫ്റ്റിയിലെ. സെക്കൻഡ് ടാർഗറ്റ് 23,700 to 680 വരെ നമുക്ക് സെക്കൻഡ് ടാർഗറ്റ് നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്ഷൻ ചെയിൻ ഒന്ന് നോക്കാം. അവിടെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൻ്റെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത് അറ്റ് കറൻറ്റ് പൊസിഷൻ പുട്ടിൽ 54 lakh ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് 24,000. അതായത് സെൽ റൈറ്റേഴ്സ് വളരെയധികം റൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ്. 24,000 ആണ് ഏറ്റവും കൂടുതൽ റൈറ്റ് ചെയ്ത് വെച്ചിട്ടില്ല. 54 lakh, അറൗണ്ട് 55 lakhs റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റിൽ 40 lakhs കോൾ റൈറ്റേഴ്സും റൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓപ്പൺ ഇൻട്രസ്റ്റിൽ. ആൻഡ് നിയറസ്റ്റ് അടുത്തത് ഒരു 33%, 23,800 ആണ്. ആൻഡ് കോളിൻ്റെ നോക്കുകയാണെങ്കിൽ 24,200. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് അതൊന്ന് ഇവിടെ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് 24,200 ആസ് പെർ ഓപ്ഷൻ ചെയിൻ മാർക്കറ്റിൻ്റെ റേഞ്ച്. 24,200 23,800 അതാണ് നമ്മളെ മാർക്കറ്റിൻ്റെ ഓപ്ഷൻ ചെയിൻ പ്രകാരമുള്ള റേഞ്ച്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിട്ട് ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു നല്ല ഷാർപ്പ് ക്യാൻഡിൽ, അതായത് റിവേഴ്സൽ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവർ ഷോർട്ടായിട്ടും, റിവേഴ്സൽ ക്യാൻഡിൽ എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു ഹാമർ ക്യാൻഡിലായിരിക്കണം. അത് ഇങ്ങനെയുള്ളൊരു ഹാമർ ക്യാൻഡിൽ ഇവിടെ ഫോം ആവുന്നു. ഇവിടെ ഇങ്ങനെ കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം ഗ്യാപ്പ് ഓപ്പൺ ആയിട്ട് അത് പെട്ടെന്നൊന്ന് താഴേക്ക് വന്ന് ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, ഇവിടെ വന്നോട്ടെ. ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത് നോക്കുക. എന്നുവെച്ചാൽ ഇവിടുന്ന് ഡയറക്റ്റ് ഇനി എന്തായാലും മുകളിലേക്ക് പോകില്ല. മാർക്കറ്റ് ഒരു നല്ല ട്രാവൽ ചെയ്തിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു കൺസോൾട്ടേഷൻ ആവശ്യമാണ്. സോ ഈവൺ ഗ്യാപ്പ് അപ്പ് ആയപാട് നിങ്ങളൊരു ട്രേഡിന് ഇനീഷ്യേറ്റ് ചെയ്യരുത്, വെയിറ്റ് ചെയ്യുക. ആ ഗ്യാപ്പ് അപ്പ് ആയതിനു ശേഷം മാർക്കറ്റ് ഇവിടെ കൺസോൾട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു ക്യാൻഡിൽ ഉണ്ടാക്കിയിട്ട് ഇവിടെ ബ്രേക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ബ്രേക്കിംഗ് ക്യാൻഡിൽ ക്ലോസ് ആയ പാട് 5 minutes ക്യാൻഡിൽ ബ്രേക്കിംഗ് ക്യാൻഡിൽ ക്ലോസ് ആയ പാട് ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ബൈ ചെയ്യാം. നിങ്ങളെ മാക്സിമം ടാർഗറ്റ് 24,200 ആണ്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആസ് പെർ ഓപ്ഷൻ ചെയിൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, ഇപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് ഡൗൺ ആയി എന്ന് വിചാരിച്ചു. സോ ഇമ്മീഡിയറ്റ് നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, ലെറ്റ് ദ മാർക്കറ്റ് കം ക്ലോസ്ഡ് ഹിയർ. ഇവിടം വരെ വരാൻ വേണ്ടി മാർക്കറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് വെയിറ്റ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എന്താണെന്നൊരു ആക്ഷൻ കാണിക്കുന്നതെന്ന് നോക്കുക. ഇഫ് ഇൻ കേസ് മാർക്കറ്റ് ഇങ്ങനെ ഒരു എം പാറ്റേണിൽ ഉണ്ടാക്കി വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു സെൽ ഇനീഷ്യേറ്റ് ചെയ്യുക. ഈ ഒരു പൊസിഷൻ, അതായത് പ്രീവിയസ് ക്ലോസ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നില്ല, അവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ സംതിങ്, ഒരു ഇങ്ങനത്തെ ഒരു ഹാമർ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു റെഡ് ക്യാൻഡിൽ ഇങ്ങനെ ഉണ്ടായി, അതിനൊക്കെ കവർ ചെയ്തിട്ടൊരു ഇങ്ങനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഉണ്ടായി, അതിനെ കവർ ചെയ്തിട്ടൊരു റെഡ് ക്യാൻഡിൽ ഉണ്ടാവുകയാണെങ്കിൽ, എൻഗൾഫിങ് ക്യാൻഡിൽ ഉണ്ടാവുകയെന്ന് ഇവിടെ ഒരു എം പാറ്റേൺ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ എമ്മിൻ്റെ ഇത് ബ്രേക്ക് ചെയ്യുന്ന അവിടെ ഇത് ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് വിൽ ബി 23,800. ഈ ടാർഗറ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. എൽസ് ഇപ്പം മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പൺ ആവുന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യാം. ഇതിൻ്റെ റേഞ്ചിൻ്റെ ഉള്ളിൽ നമുക്ക് ട്രേഡ് ഇല്ല.
ദസ് നോ ട്രേഡ് ഇൻ ബിറ്റ്വീൻ. ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ നിങ്ങൾ ട്രേഡ് ചെയ്യരുത്. മാർക്കറ്റിനെ ഒന്നിക്കലും മുകളിൽ ചെന്ന് കൺസോൾട്ടേറ്റ് ചെയ്യാൻ വിടുക, അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടെ വന്ന് കൺസോൾട്ടേറ്റ് ചെയ്യണം. ഗ്യാപ്പ് അപ്പ് ആയാലും മാർക്കറ്റ് ഐദർ ഇവിടെ വരുവാണെങ്കിൽ ഇവിടെ എന്ത് ഫോർമേഷനാണ് ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഇതൊരിക്കൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ബ്രേക്ക് ചെയ്തിട്ടുമുണ്ട്. ഓക്കെ, സോ ഇത് അത്ര വലിയ സ്ട്രോങ് സപ്പോർട്ടൊന്നുമല്ല. മാർക്കറ്റ് ചിലപ്പം ഗ്യാപ്പ് അപ്പ് ആയാലും ഒന്ന് ഇവിടെ ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വരാനും സാധ്യതയുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഗ്യാപ്പ് ഡൗൺ ആയിക്കഴിഞ്ഞാൽ, അതായത് ഈ ഒരു പൊസിഷനിൽ എന്തായാലും മാർക്കറ്റ് ഇവിടുന്ന് റിവേഴ്സ് എടുക്കും. ഇവിടുന്ന് റിവേഴ്സ് എടുത്തതിന് ശേഷം അറൗണ്ട് 23,900 റിവേഴ്സ് എടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ട്രേഡ് ഇനീഷ്യേറ്റ് ചെയ്യാൻ പാടുള്ളൂ. സോ നമ്മളെ മാക്സിമം നമ്മൾ ട്രേഡ് സോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 ഏരിയാസാണ് നമ്മളെ ട്രേഡ് സോൺ. മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിലും ഇനി ഇവിടുന്ന് താഴേക്ക് വരുന്നുണ്ടെങ്കിലും. ഇനി ഇഫ് ഇൻ കേസ് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്ത് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഈ ഏരിയ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ അല്ല. സോ ദിസ് ഏരിയ ഈസ് നോട്ട് ഫോർ ട്രേഡിങ്. ഈ ഏരിയയിൽ നിഫ്റ്റി നിൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ട്രേഡും ഇല്ല. നമ്മൾ ട്രേഡ് ഇതിൻ്റെ മുകളിലോ അല്ല ഇതിൻ്റെ താഴോട്ടാണ്. അത് ഈ ഇവിടെ വന്നിട്ട് എങ്ങനെയാണ് ഫോർമേഷൻ ഉണ്ടാക്കുന്നത് മാർക്കറ്റ്? ഈസ് ഇറ്റ് ഫോമിങ് എം പാറ്റേൺ അല്ലെങ്കിൽ ഒരു എൻ പാറ്റേൺ ഉണ്ടാക്കുന്നത്? എങ്ങനെയാണ്? ഇനി ഇവിടുന്ന് ഓപ്പണായി മാർക്കറ്റ് ഒന്ന് ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് എന്നിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ എൻ പാറ്റേൺ ആണ്. അപ്പോൾ നമ്മൾ ഫ്ലാറ്റ് ഓപ്പൺ ആയിട്ട് അപ്പോൾ അത് നോക്കുക. അതേപോലെ മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണായി ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു. ഈ താഴ്ന്ന മുകളിലേക്ക് വരുമ്പം ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഫോൾസ് ബ്രേക്ക് ഔട്ട് ആയിരിക്കും. അങ്ങനെ ഒരു കണ്ടിന്യൂസ് ഇങ്ങനെ വന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം അത് ഒറ്റയടിക്ക് പോകുന്നുണ്ടെങ്കിൽ വി ക്യാൻ, ബട്ട് സ്റ്റിൽ അവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഹൈ എന്ന് പറഞ്ഞ ഈ ഒരു പൊസിഷൻ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. സോ മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളൊരു റിസ്ക് ടേക്കർ ആണെങ്കിൽ ഓൾറെഡി 24,200 കോൾ റൈറ്റേഴ്സ് ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെല്ല് ഇനീഷ്യേറ്റ് ചെയ്യാം. ഇഫ് മാർക്കറ്റ്, അതായത് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയി, വലിയ ഗ്യാപ്പ് അപ്പ്, എന്നിട്ട് ഇതിങ്ങനെ ഇവിടെ വരുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിൽ, അതായത് പ്രീവിയസ് ഡേ ഹൈൻ്റെ അടുത്ത് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെല്ല് ഇനീഷ്യേറ്റ് ചെയ്യാം. ഇവിടെ സെല്ല് ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 24,200 പുട്ട് ബൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ടാർഗറ്റ് ഈ ക്ലോസിങ്, പ്രീവിയസ് ഡേ ക്ലോസിങ് അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത് 24,040-30 ഒരു നല്ല ഗ്യാപ്പ് അപ്പ് ആയി മാർക്കറ്റ് മുകളിലേക്ക് ഒരു ഇതുമില്ലാണ്ട് ഇവിടത്തേക്ക് വരുവാന്ന്, കൺസോൾട്ടേറ്റ് ചെയ്യാണ്ട് ഈ ഒരു ഇതിലേക്ക് വരുവാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഇവിടെ ഒരു പുട്ട് ബൈ ചെയ്യാം ഡൗൺ. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് 24,030 ആ ലെവലിലേക്ക് കിട്ടും. സോ ദാറ്റ്സ് അബൌട്ട് നിഫ്റ്റി ട്രേഡ്. ഇനി നമുക്ക് അടുത്തത് ബാങ്ക് നിഫ്റ്റീൻ്റെ അനലൈസ് ചെയ്യാം. കണ്ടിന്യൂസ്ലി ഹയർ ഹൈ ആക്കി കൊണ്ടുവരുവാണ്. സോ അപ്വേർഡ് ട്രെൻഡാന്ന് മനസ്സിലായി. സോ ലെറ്റ്സ് ചെക്ക്. വീക്ക്ലി ചാർട്ടിലും അതേ ട്രെൻഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, ഹയർ ഹൈ. ബട്ട് ഇൻ ബിറ്റ്വീൻ കൺസോൾട്ടേഷൻ ചെയ്യുന്നുണ്ട്. ഡെയിലി ചാർട്ടും അപ് ട്രെൻഡ് തന്നെയാണ്, ബട്ട് ഇവിടെ ഒരു നെഗറ്റീവ് ഇൻഡിക്കേഷൻ തന്നു കഴിഞ്ഞു മാർക്കറ്റ്. സോ ബാങ്ക് നിഫ്റ്റി ഈസ് ഗിവിങ് എ നെഗറ്റീവ് ഇൻഡിക്കേഷൻ. ഷൂട്ടിംഗ് സ്റ്റാർ ക്യാൻഡിൽ ഫോർമേഷൻ ആയി. അതിൻ്റെ അർത്ഥം ബാങ്ക് നിഫ്റ്റിയിൽ ഒരു നെഗറ്റീവ് ട്രെൻഡാണ്. ഈവൻ ദോ ലോങ് ട്രെൻഡ് അപ്വേർഡ് ആണെങ്കിലും ഫോർ ദിസ് വീക്ക്, ഈ ആഴ്ച മാർക്കറ്റ് കൂടി വന്നാലും കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഡൗൺ ട്രെൻഡ്. ഇൻട്രാഡേയിൽ ബാങ്ക് നിഫ്റ്റി ഒരു നെഗറ്റീവ് ട്രെൻഡും ഡൗൺവേർഡ് ട്രെൻഡ് സോണിലാണ് ഉള്ളത്. ഇതാണ് നമ്മളെ ഓപ്ഷൻ ചെയിൻ പറയുന്ന റേഞ്ച്, 52,500 to 52,000. ഇതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഇല്ലേ. സോ കറൻ്റ്ലി ഇപ്പം മാർക്കറ്റ് ഈ പൊസിഷനിലാണ് ഇല്ലേ, ആൻഡ് മാർക്കറ്റ് അതിൻ്റെ ലോ പൊസിഷനിലാണെന്നില്ല. മീൻസ് ഇൻട്രാഡേയിൽ മാർക്കറ്റ് ഈസ് ലോവർ ഹൈ ലോവർ ലോ. സോ ഡൗൺ ട്രെൻഡാണ് ആൻഡ് അറ്റ് ദ ബോട്ടമാണ് അത് ഫോം ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഓൾസോ ഇൻഡിക്കേറ്റ് മാർക്കറ്റ് താഴേക്ക് പോകാനാണ് കൂടുതൽ സാധ്യത. നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്നത് മോസ്റ്റ് പ്രോപ്പർലി ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവാൻ സാധ്യത. അങ്ങനെ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ആവുകയാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് മാർക്കറ്റ് ഈ ഒരു ക്ലോസിങ് പൊസിഷനിലേക്ക് വരുന്നുണ്ടോ നോക്കുക. ഈ ഒരു ക്ലോസിങ് പൊസിഷനിൽ വന്നിട്ട് അത് റിട്ടേൺ ചെയ്യുകയാണെങ്കിൽ ഈ 52,242 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യുക. നിങ്ങളുടെ ഫസ്റ്റ് ടാർഗറ്റ് ഈസ് 52,000. ഗ്യാപ്പ് അപ്പ് ആയാലും നിങ്ങൾക്ക് ഇവിടെ തന്നെ ഒരു സെല്ല് ഇനീഷ്യേറ്റ് ചെയ്യാം. റിസ്ക് എടുക്കാൻ റെഡിയാണെങ്കിൽ ഇതൊരു റേഞ്ചാണ്. ഞാൻ പറഞ്ഞ ഇത് രണ്ടും
ഒരു റേഞ്ചാണ്. ഈ റേഞ്ചിൻ്റെ ഏറ്റവും അടുത്താണ് ഓപ്പൺ ആവുന്നതെന്ന് വിചാരിച്ചോ. സോ ഇമാജിൻ 50 to 500 അടുത്ത് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ 490 460 അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ സെല്ല് ഇനീഷ്യേറ്റ് ചെയ്യാം. മാർക്കറ്റ് ഓപ്പൺ ആയ ആ നിമിഷം തന്നെ പുട്ടങ്ങ് സെല്ല് ചെയ്തോളാം. 50 to 500 പുട്ട് സെല്ല് ചെയ്തോളാം. ബിക്കോസ് ഓൾറെഡി മാർക്കറ്റ് ഇതൊരു സപ്പോർട്ടായിട്ടും ആ സപ്പോർട്ട് താഴേക്ക് ബ്രേക്ക് ചെയ്തിട്ടും ഉണ്ട്. സോ ഈ സപ്പോർട്ട് ബ്രേക്ക് ഔട്ടായി ഇനി ഇത് റെസിസ്റ്റൻസായി ആക്ട് ചെയ്യും. സോ അതിൻ്റെ അടുത്താണ് വന്ന് ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് ബാങ്ക് നിഫ്റ്റിയിൽ പുട്ട് സെല്ല് ചെയ്യുക. ഫസ്റ്റ് ടാർഗറ്റ് നിങ്ങൾ എപ്പം ഓർക്കേണ്ടത് 52,250 ഈ ഒരു ഇതാണ്. സെക്കൻഡ് ടാർഗറ്റ് നിങ്ങൾക്ക് ഇവിടെ എക്സ്പെക്റ്റ് ചെയ്യുക അറൗണ്ട് 52,000. ഫ്ലാറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് എന്ത് ചെയ്യുമെന്നറിയാം, വെറുതെ ഒന്ന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. അവിടെ പോയിക്കോട്ടെ. പോയിട്ട് എപ്പം മാർക്കറ്റ് ഈ റേഞ്ചിൻ്റെ ഉള്ളിൽ വരുന്നു എന്നിട്ട് ഇവിടുന്ന് ഒരു കുറച്ചൊരു നെഗറ്റീവ് എന്തെങ്കിലും ഒരു ഇതുണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പിന്നെയും സെല്ല് ചെയ്യുക. സോ നമ്മൾ ഇവിടുന്ന് ദിസ് ഈസ് അവർ സെൽ സോൺ. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഏരിയൻ്റെ ഉള്ളിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സെല്ലിന് മാത്രമേ നോക്കണ്ടു ബാങ്ക് നിഫ്റ്റി. ഈ ഏരിയയിൽ സെല്ല് മാത്രം പുട്ട് സെല്ല് ചെയ്യുക, നേരെ ഫസ്റ്റ് ടാർഗറ്റ് ഇവിടെ എടുത്തോളുക. ഇനി ഫസ്റ്റ് ടാർഗറ്റിൽ 50% എങ്കും നിങ്ങൾ ഇത് ചെയ്തോളാം. ബിക്കോസ് ഇവിടെ ഓൾറെഡി ഒരിക്കൽ റിവേഴ്സ് ആയിട്ടുണ്ട്. സോ നമുക്കൊരു കാര്യം ചെയ്യാം, ചെക്ക് ചെയ്ത് നോക്കാം മുമ്പിൽ എങ്ങനെയാണെന്ന്. ഇല്ല, ഇതൊരു സപ്പോർട്ടോ അല്ല റെസിസ്റ്റൻസ് ആയിട്ടൊന്നുമില്ല. സോ ഇതൊരു വലിയൊരു സപ്പോർട്ടൊന്നുമല്ല. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ റേഞ്ചിൽ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളെ സെൽ സോൺ ഏരിയ ആണ്. ഇതിൻ്റെ ഉള്ളിലോ ഇതിൻ്റെ അടുത്തോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സെല്ല് ചെയ്യും. ഇനി ഫ്ലാറ്റ് ഓപ്പണായി ഇവിടെ വന്ന സെല്ല്, ഗ്യാപ്പ് അപ്പായി സ്പോട്ടിൽ സെല്ല്. ഇനി ക്യാപ് ഡൗൺ ആയി എന്ന് വിചാരിച്ചോ, ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ഈ പ്രീവിയസ് ക്ലോസിലേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ താഴെയാണ് ഗ്യാപ്പ് അപ്പ് ആയിരുന്നു എന്ന് വിചാരിച്ചോ, ഈവൻ ദെൻ ഇവിടെ വരാൻ നോക്കുക. സോ ബൈ ഓപ്ഷൻ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി പ്രൈസ് ആക്ഷനിലേക്കൂടെ നമുക്ക് എങ്ങനെയാണ് ട്രേഡ് ചെയ്യേണ്ടതെന്നില്ല നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ നെക്സ്റ്റ് വീഡിയോ കാണുക. താങ്ക് യു.